ബും, ആരും പേടിക്കേണ്ട, ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു കേക്ക് മിക്സിങ് സെറിമണിക്ക് പോവാണ് കേട്ടോ. പലരുടെയും വീഡിയോസും ഫോട്ടോസും പല പേജുകളുടെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവത്തിന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം ഹോട്ട് ഓവനിൽ നിന്ന് ആ ഒരു പരിപാടിക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ മാനേജർ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് മിക്സിങ് സെറിമണി നടക്കുന്നുണ്ട്, വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഉണ്ട്, ഡിംപിളും ഉണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ ആദ്യം മിനിഞ്ഞാന്നൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ വിദ്യാഭ്യാസ ബന്ധം എന്താണെന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം കഴിഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ടൈം എന്ന് പറയുന്നതും ഉച്ചയ്ക്ക് 2:30 നിങ്ങൾക്കറിയാലോ, എനിക്കിങ്ങനെ കത്തി നിൽക്കണ സമയമാണ് 2:30 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മമ്മിയും പറഞ്ഞു പോയിട്ട് വായോ, ചാക്കോയെ അക്കീടെ അവിടെ ആക്കാം, തോമുനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കും, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ മോസ്റ്റ്ലി കൊണ്ടുപോകും. കാരണം അവനങ്ങനെ നമ്മൾ കൺമുന്നിൽ കൂടെ പോയി അവൻ നിൽക്കില്ല. അവൻ കാണാണ്ടാ പോയെങ്കിൽ മമ്മിയുടെ കൂടെ മിണ്ടാണ്ട് നിന്നോളും. പക്ഷെ നമ്മൾ എന്തായാലും അവനുള്ള സമയത്തായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ എന്തായാലും അത് നടക്കില്ല. അപ്പം അതെന്തേലും ചെയ്യും. അപ്പം ഞാൻ വേഗം പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് മണി 10 ഉള്ളൂ കേട്ടോ. സ്കൂളിലൊക്കെ വിട്ടു. എവിടെയാണ് വെക്കപ്പോൾ സ്കൂളിൽ വിട്ടു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് റെഡിയാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്കിപ്പോൾ എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല, കാര്യങ്ങളുള്ളതുകൊണ്ട് പോയിട്ട് വരാനുള്ളൊരു ഗ്യാപ്പ് എനിക്കില്ല. എന്തായാലും എനിക്ക് നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ എനിക്ക് പോകണം. കാരണം നമുക്ക് കുറച്ചധികം പരിപാടിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വേണം ഒന്ന് പോയി എന്നെ ഒന്ന് അഴിച്ച് പണിയാനായിട്ട്. ഡിംപിൾ ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോയേക്കാണ്. ഡിംപിൾ ഇപ്പം വേഗം വരും, കാരണം ത്രെഡ് ചെയ്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മാസ്ക് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫോക്സ് ടെയിലിൻ്റെ ഒരു ഫേസ് മാസ്ക് ആണ് അവിടെ, നല്ല അടിപൊളി ഒരു ഫേസ് മാസ്ക് ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ എടുക്കാൻ പോയതാണ് കേട്ടോ. ഇതാണ് ഫോക്സ് ടെയിലിൻ്റെ ആ ഒരു സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ് കേട്ടോ. പ്രമോഷനൊന്നും അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. തീരാറായി. ഇനി ഒരു ഒറ്റ യൂസ് ഡോൺ ചേട്ടനും കൂടെ ഇടാനുള്ളതേ ഉള്ളൂ. തോണ്ടി ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, അടി ഇവിടം വരെ ഉണ്ട്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് കറിയൊക്കെ വാങ്ങിക്കുന്നവിടെ വെട്ടില്ലേ, കറിയൊക്കെ വാങ്ങിക്കുന്ന കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ ഇന്നൊരു പുതിയൊരു ഫേസ് വാഷ് വാങ്ങിച്ചു. എൻ്റെ ഫേസ് വാഷ് പെട്ടെന്ന് തീർന്നു. ഞാനത് ഓർഡർ ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഗാർണിയറിൻ്റെ ഈ ഒരു ബ്രൈറ്റ് കംപ്ലീറ്റ് സിറം ക്ലെൻസർ വൈറ്റമിൻ സി ബ്രൈറ്റൻസ് ലൈക്ക് എ സിറം വിസിബിളി ബ്രൈറ്റർ സ്കിൻ ഇൻ 1 വാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ടുണ്ട്. മണം വരുന്നില്ല, കാരണം ഇത് ഫോക്സ്റ്റൈലിൻ്റെ മാസ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. എനിവേ ഗാർണിയറിൻ്റെ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന എന്തൊക്കെയാണോ ആവോ. അപ്പോൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു സാധനമാണ് മസ്കാര. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ ഈ നര ഭയങ്കര വിസിബിളാണ്. ഞാൻ കളർ ചെയ്തിട്ട് കുറച്ചധികം നാളായി, ഒരു 2 മാസമായി ഞാൻ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉണ്ട്. അപ്പം ഈ മസ്കാര ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം ഒട്ടും ഒഴിച്ചുകൂടാത്തൊരു സംഭവമാണ് ലിപ് ബാം എന്ന് പറയുന്നത്. ഭയങ്കര ഡ്രൈ ആയിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് ആകെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ വിഷ് കെയറിൻ്റെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. പിന്നെ ഇതിപ്പം ഒരു റുട്ടീനായിട്ട് മാറി. നമ്മുടെ മിൽവയുടെ ഈ മിൽക്ക് ഡ്രോപ്സ്, അതുപോലെ മേക്കപ്പിനുള്ള സാധനങ്ങൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് സെറ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ലാക്മിയുടെ ഈ ഒരു കാജള്, ലാക്മി അല്ലേ പണ്ടൊക്കെ കോളേജിൽ പോകുമ്പോൾ കോളേജിലാണ് ഞാൻ കൂടുതലും മേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഫൗണ്ടേഷൻ ഒന്നും ഇടില്ല കേട്ടോ. അതായത് ഒരു സൺസ്ക്രീൻ ഇവിടെ മോയ്സ്ചറൈസർ ഇടും, ഒരു ലിപ്സ്റ്റിക്ക് അതും ലൈറ്റർ ഷെയ്ഡിലിടും. കണ്ണ് എനിക്ക് എഴുതാൻ ഭയങ്കര നിർബന്ധമായിരുന്നു. നമ്മുടെ ലാക്മിയുടെയോ മെബിലിൻ്റെയോ ഇവിടെയും അടിയിൽ നല്ല പോലെ എനിക്ക് കണ്ണ് എഴുതാൻ. പണ്ട് തൊട്ട് എല്ലാവരും എൻ്റെ ഉണ്ട കണ്ണായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കണ്ണ് എന്താണെന്നറിയില്ല. ഉണ്ട കണ്ണായതുകൊണ്ട് ലൈസമാൻ്റെ എപ്പോഴും പറയും, നീ കണ്ണെഴുതാൻ നിനക്ക് ഭംഗിയായിരിക്കും. എൻ്റെ പുറകെ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരുങ്ങാനൊക്കെ നിർബന്ധിക്കുക ലൈസാമാൻ്റെയാണ് കേട്ടോ.
അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ചിഞ്ചു ഉണ്ട്. അപ്പം ചിഞ്ചു ആക്ച്വലി എന്നോട് 7th തൊട്ട് പഠിക്കുന്നതാണ്. പക്ഷെ അവൾ പ്ലസ് 1 ഒക്കെ വന്നപ്പോഴാണ് കണ്ണൊക്കെ നല്ല അടിപൊളി, അവിടെ അടിയിലും മുകളിലും ഒക്കെ ഭംഗിയിൽ എഴുതിയിട്ട് വരും കേട്ടോ. എൻ്റെ കൂടെ പഠിച്ചത് ചിഞ്ചു സൂസൻ അബ്രഹാം. ഇപ്പോൾ അവൾ ബാംഗ്ലൂരാണ് ഭർത്താവൊക്കെ ആയിട്ട്. എൻ്റെ നെയ്ബറിനെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയായിരുന്നു ബിറ്റു. അപ്പോൾ ബിറ്റുവിനെ കല്യാണം കഴിച്ചൊരു മോളൊക്കെ ആയിട്ട് അവർ ബാംഗ്ലൂരിലാണ്. കോണ്ടാക്ട്സ് ഒന്നും എനിക്കില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ കാണുന്ന ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അവൾക്കും ഒരു കുട്ടി യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പക്ഷെ അവളത് എപ്പോഴും അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല, എന്നെ പോലെ തന്നെ. പക്ഷെ ചെയ്യുന്നത് ഭയങ്കര പക്കായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ശരിക്കും എനിക്ക് കണ്ണെഴുതണം എന്ന് തോന്നി തുടങ്ങിയത് എനിക്ക് ചിഞ്ചുവിനെ കണ്ടിട്ടാണ് കേട്ടോ. ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ട് പണ്ട്, അവൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നീ എങ്ങനെയാണ് കണ്ണെഴുതുക, കണ്ണ് പറപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ടെക്നിക്കൊക്കെ പറഞ്ഞു തന്നാണ് ഞാൻ അടിയിലും മുകളിലും ഒക്കെ കണ്ണെഴുതി തുടങ്ങിയത്. ഒരു സമയം വരെ എനിക്ക് തോന്നുന്നു എറണാകുളത്തായിരിക്കുന്ന വരെ ഞാൻ എഴുതുമായിരുന്നു, ലിപ്സ്റ്റിക്കും കണ്ണെഴുതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലിരുന്ന് തുടങ്ങിയപ്പോഴാണ് ഞാനത് നിർത്തിയതും. ആ സമയത്ത് എനിക്ക് ബ്ലൂ ഹെവൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. പർപ്പിളിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈ ഓൺ ഗ്ലോ ഡ്യൂയി മേക്കപ്പ് ഫിക്സർ. ഇത് ബിഫോർ മേക്കപ്പ് ഇടാം, ആഫ്റ്റർ മേക്കപ്പ് ഇടാം, നല്ല സ്മെല്ലാണ് കേട്ടോ. അത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഇത് അടിഞ്ഞിങ്ങനെ വെള്ളമാവും. ഈ ഒരു ഗോൾഡൻ ഡ്യൂ ഈ ഭാഗം താഴെ വരും. പ്ലെയിൻ വാട്ടർ ആയിട്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹൈ ഗ്ലോ സ്വിസ് ബ്യൂട്ടി നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം. ഇത് ഞാൻ ഓഫറിൽ ഇരിക്കുമ്പോൾ വാങ്ങിച്ചാണ്. അപ്പോൾ അതിടും, അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ഇന്ന് ഞാൻ മെബിലിൻ്റെ ഈ ഒരു ലുമി മാറ്റ് ഫൗണ്ടേഷൻ 230 ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. അതിടണം. അപ്പോൾ അത് ഇവിടെ വെക്കാം. പിന്നെ മേക്കപ്പിന് മുമ്പ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ബേസ്. പക്ഷെ എനിക്കിത് ഇടുമ്പം എൻ്റെ മേക്കപ്പ് ഡാർക്കായി പോകണം. സംബന്ധം ഇത്രയായി, പക്ഷെ മേക്കപ്പ് ഡാർക്കായി പോകണു എന്നൊരു സംശയമുണ്ട്. സോ നമുക്കത് ഇന്ന് അവോയ്ഡ് ചെയ്യാം, കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. പിന്നെ ഈ ഒരു പ്ലമ്മിൻ്റെ ഇത് സെയിമാണ്, കൃഷ്ണനെ പോലെ ഉണ്ട് കാണും. നിങ്ങൾ അവർക്ക് പ്രാന്താണ് ഇങ്ങനെ ഒരു കോലത്തിൽ വന്നിട്ട് വീഡിയോ ചെയ്യാനെന്ന്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യമായ കാര്യമാണ്, നമ്മൾ ത്രെഡ് ചെയ്തിട്ടില്ല. സോ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയണം. ഇവിടെ പറ്റിയാലൊന്ന് ഷേപ്പ് ചെയ്യണം. ഷേപ്പ് ചെയ്താൽ കയ്യിൽ വിടും, എന്നാലും നോക്കാം. പിന്നെന്താണ്, ഡ്രസ്സ് ഞാൻ ഷേപ്പ് ചെയ്യാനായിട്ട് പിങ്കിൽ കൊടുത്തേക്കാണ്. കഴിഞ്ഞ വർഷം ഞാൻ നമ്മുടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊരു ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷെ ചെസ്റ്റിൻ്റെ ഭാഗം കൊണ്ട് അത് ടൈറ്റാണ്. അതൊന്നും നമ്മൾ ഡെയിലി മെലിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ടൈറ്റായി. അപ്പോൾ അത് ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ഡ്രസ്സ് കൂടെ ഞാൻ എപ്പോഴാണ് പാച്ചു നമ്മുടെ സർജറി ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വന്ന ഡ്രസ്സാണ്. അത് ആദ്യം ഞാനൊരു സൈസ് എടുത്തു, എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ ചോദിച്ചു, ഭയങ്കര ഫിറ്റ് ഉണ്ടോ? അപ്പം പിന്നെ ഡോൺ ചേട്ടൻ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ മാറ്റിയേക്കാൻ. അടുത്ത സൈസ് എടുത്തപ്പോൾ അതെനിക്കൊരു ആനപ്പണ്ടാരം പോലെയായി. അപ്പോൾ അത് ഷേപ്പ് ചെയ്യാൻ ഇന്നാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് ഇനി കമ്മിങ് ഡേയ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് നൈറ്റികളൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ വാങ്ങിച്ചു വന്നപ്പോൾ ഇനി സർജറിക്ക് ഇടേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമല്ലോ. എന്തായാലും 1 ഡേ എങ്കിലും കിടക്കാണ്ട് പറ്റില്ല. നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ 24 hours അഡ്മിഷൻ വേണമല്ലോ. അപ്പോൾ എനിക്ക് ഇനിയും തോമുവിൻ്റെയും ചാക്കുവിൻ്റെയും സാധനങ്ങൾ എടുത്തു പോകണം. തോമുവിനെ അക്കീരോടെ പാക്ക് ചെയ്ത് വിടണം. അക്കീനെ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല, വിളിച്ച് പറയണം. അത് പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീടാണല്ലോ, അപ്പോൾ അവിടെ അവനും സേഫായിരിക്കും. പിന്നെ എനിക്കിപ്പം മേക്കപ്പിൽ ഒട്ടും ഒഴിച്ചുകൂടാത്തൊരു സംഭവമാണ് നമ്മുടെ ഐ ഷാഡോ പാലറ്റ് എന്ന് പറയുന്നത്. ഇത് മെബിലിൻ്റെ ആണ് കേട്ടോ. ഇതെനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയത്. ഇതൊക്കെ നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറ്റിയാൽ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ബ്രോ പാലറ്റ്, കാരണം ഞാൻ പറഞ്ഞ ത്രെഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വൃത്തികേടാണ്. നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴും നമ്മുടെ ത്രെഡ് ചെയ്ത് വൃത്തിക്കിരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇപ്പോൾ ഇതിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ കൂടുതലും ഈ ഒരു
ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്യുക. സ്വിസ് ബ്യൂട്ടി ഇത് മാസിൻ്റെ ഐറ്റമാണ് കേട്ടോ. ഇത് 249 ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇത്ര ആയിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു പൊട്ട് കുത്തുക, മുടി സ്ട്രെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കയ്യിലെ മുടി കഴുകണം, മുടി ഷാമ്പൂ ചെയ്യണം. പറഞ്ഞ പോലെ തോമുൻ്റെയും ചാക്കോൻ്റെയും സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്. വീട്ടിലൊന്ന് വിളിക്കണം. അങ്ങനെയൊക്കെ ഇവിടുന്ന് കുറേ കുപ്പികളൊക്കെ മാറ്റണം. കാരണം നമുക്ക് തോമു ഇപ്പം അങ്ങനെ പാൽ കുടിക്കാറില്ല രാത്രിയൊന്നും. കിടക്കുമ്പോൾ നമ്മൾ ആ ഹെൽത്ത് ഡ്രിങ്ക് കൊടുക്കും. അതല്ലാണ്ട് വേറെ പാൽ കുടിക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പോകും. അങ്ങനെയാണ്. സോ കുറച്ച് കുപ്പികൾ മാറ്റണം. ചാക്കോയ്ക്ക് മാത്രമാണ് ഒരു അത്യാവശ്യ ഘടകമായിട്ട് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിനി പറഞ്ഞാൽ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രിപ്പ് എന്ന് വെച്ചാൽ പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് കുപ്പികൾ വേണം. നമ്മളങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് പിള്ളേർക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു സൗണ്ട് എന്തായി എന്നൊക്കെ. സൗണ്ടൊക്കെ ഈശോ ഇതിന് ഓപ്പറേറ്റ് കിട്ടുമോ? ഫോൺ തുറന്ന വഴിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിരുന്നു. പലർക്കും സംഭവിക്കുന്ന കാര്യമാണല്ലോ അല്ലേ. കോപ്പറേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അയ്യോ ഇനി എന്താണ്, ഞാനിനി പറ്റിയാൽ മേക്കപ്പൊക്കെ ചെയ്യുന്ന വീഡിയോ നാളെ ഇടാം. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ്. ഒരു കൊക്കു മുഖമായിട്ട് ഞാൻ വന്നതാണ്. നമുക്ക് ചാക്കോൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോ ഈ ഒരു ബാഗാണ് കേട്ടോ അക്കിയുടെ ഇവിടെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ 2-3 ഡയപ്പർ വെച്ച് കൊടുത്തു വിടും. ഇത് എൻ്റെ വേസ്റ്റ് തുണിയും ഡയപ്പറും കൊണ്ടുവരാനായിട്ട് ഞാൻ വെക്കുന്നതാണ്. അപ്പോൾ അത് അടിയിൽ പോയിട്ട് ചുരുങ്ങിപ്പോയി. ഇത് മടക്കി വെക്കാം. സംഭവം ചേച്ചി അവിടെ നിന്ന് കവറിലൊക്കെ ഇട്ട് ഭംഗിയിൽ കൊടുത്തു വിടുകയുള്ളൂ. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുത്തു വിടും കേട്ടോ. സ്പെയർ ഒരു ഡ്രസ്സും കൊടുത്തു വിടും. ഇന്നിപ്പോൾ ഫുൾ ഡേ അല്ലല്ലോ, ഉച്ച കഴിഞ്ഞ് മാത്രമല്ല. അപ്പം അധികം ഡ്രസ്സിൻ്റെ ആവശ്യം വരില്ല. ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു വിടാൻ ഒരു ഡ്രസ്സ് സ്പെയറും വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഫ്ലാസ്കും പാൽപ്പൊടിയും ഒക്കെ വെക്കണം. തോമുനെ വിടണമെങ്കിൽ തോമു കൊണ്ടുപോകുന്ന ബാഗ് ചാക്കോച്ചൻ്റെ ബാഗാണ് കേട്ടോ കൊണ്ടുപോകാം. ഇത് വെച്ച് തോമുനും ചാക്കോനും ഇടാനുള്ള ഡ്രസ്സ് വെച്ചു. കുളിപ്പിച്ചിട്ട് വിട്ട് അവിടെ ചെന്നിട്ട് ഉറങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇപ്പോൾ ഉറങ്ങണില്ലെന്നാണ് അക്കി പറയണത് കേട്ടോ. കാരണം അവനെ ഇവിടെയാണെങ്കിലും കുറച്ച് അഹങ്കാരം അവന് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് ഇരുത്തി പിടിച്ച് ചീത്ത വിളിച്ചിട്ട് വേണം ഉറക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഹാപ്പി ഡേ ആയിരിക്കാൻ നിങ്ങളെന്നെ വിഷ് ചെയ്യുക. തുണി അലക്കാനുണ്ടായിരുന്നു, അതെല്ലാം അലക്കി വിരിച്ചു. മടക്കാൻ കുറച്ചധികം ഉണ്ട്, പക്ഷെ വന്നിട്ട് മടക്കി അയൺ ചെയ്യാൻ തോന്നുന്നു. നാളെ ഇടാനുള്ള യൂണിഫോം അയൺ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒരു ജസ്റ്റ് ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. ഇഷ്ടമെങ്കിൽ കാണാം. ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ടാഗ് ചെയ്താൽ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളൊരു ടാഗ് പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ.